നമ്മുടെ കൊച്ചിലത്തെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു പലഹാരമായിരുന്നു കൊഴുക്കട്ട. ആരോഗ്യകരമായിട്ടുള്ളൊരു കൊഴുക്കട്ട റെസിപ്പിയാണ് ഇനി ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത്. പഞ്ഞപ്പുല്ല് ചേർത്തുള്ളൊരു കൊഴുക്കട്ട. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. അതിനോടൊപ്പം വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. നന്നായിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ചേർത്ത് തിളച്ച വെള്ളത്തിൽ വേണം നമുക്ക് മാവ് കുഴയ്ക്കാൻ. മാവ് കുഴയ്ക്കുമ്പോഴേ നന്നായിട്ട് വേകണം, എങ്കിലേ കൊഴുക്കട്ട വെക്കുമ്പോഴും അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാനിതിനായിട്ട് പഞ്ഞപ്പുല്ല് പൊടി, അതിനോടൊപ്പം അല്പം ഇടിയപ്പപ്പൊടി. അപ്പോൾ അത് രണ്ടും കൂടെ ആകുമ്പം കുറച്ച് സോഫ്റ്റ് ആവും. പഞ്ഞപ്പുല്ല് തന്നെ ചെയ്താലും നല്ലതാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പഞ്ഞപ്പുല്ല് തന്നെ ഇഷ്ടമില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തത്. പൊടി ആദ്യമേ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് തിളപ്പിച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമുള്ളതനുസരിച്ച് ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം. പൊടിയുടെ നനവും അത് എത്രമാത്രം വറുത്തതുമാണെന്നൊക്കെ അനുസരിച്ച് ഇച്ചിരി വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരും. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഫോർക്ക് കൊണ്ട് കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറിക്കഴിഞ്ഞു. ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് വയ്ക്കാം. വേണമെങ്കിൽ ഒരു ശകലം നെയ്യും കൂടി ഇതിനോട് ചേർക്കാം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്ത് കുഴയ്ക്കാം. അപ്പോൾ ഇത് നല്ല പരുവത്തിന് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. തേണ്ട കണ്ടോ. കയ്യിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ വല്ലതും ഒന്ന് കൈ തൂത്തിട്ട് കുഴച്ചാൽ മതി. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിനുള്ള ഫില്ലിങ്ങും കൂടെ ഒന്ന് തയ്യാറാക്കാം. ആ ഫില്ലിങ് തയ്യാറാക്കാനായിട്ടാണ് ഞാനൊരു പാൻ വെച്ചു. പാൻ ചൂടാകുന്നുണ്ടെ അല്പം നെയ്യ് ഒഴിച്ചു. കശുവണ്ടി, കുറച്ച് പിസ്ത, നമ്മുടെ ഈ കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, നല്ലതാണ്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരല്പം ജീരകം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ഈ ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിലൊന്ന് ഇളക്കി വരുമ്പോഴത്തേനത് ടൈറ്റ് ആയിക്കോളും. അതിനാണ് വെള്ളം എക്സ്ട്രാ ഉള്ളത് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പം അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇങ്ങനെ ലീക്കാവും. ഇതിപ്പം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുത്തോട്ടെ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഫില്ലിങ് വയ്ക്കാം. അപ്പോൾ ഇത് കയ്യിലൊരല്പം എണ്ണ പുരട്ടിയാൽ എളുപ്പമുണ്ട്. നമുക്കൊരു ഹോള് പോലെ ഇങ്ങനെ ആക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് സൂക്ഷിച്ച് വയ്ക്കാം. ഈ ഫില്ലിങ്ങിനകത്ത് ഒത്തിരി വെള്ളമുണ്ടെങ്കിൽ മാവ് പിന്നെ ലൂസായിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൈറ്റാക്കി ചെയ്യണം എന്ന്. അതിങ്ങനെ അങ്ങ് സീൽ ചെയ്താൽ മതി. സീൽ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഉരുട്ടി അത് വട്ടത്തിൽ തന്നെ അങ്ങ് ആക്കാം. നല്ല അമ്മിട്ട് പോലെയാണ് നമ്മുടെ കൊഴുക്കട്ട എന്ന് പറയുന്നത് കേട്ടോ. അകത്ത് നല്ല വെടിമരുന്നൊക്കെ വെച്ച് ഉള്ള സൂത്രമാണിത്. കണ്ടോ. കൈകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആ കുഴി ഉണ്ടാക്കാൻ പ്രയാസമാണ് എങ്കിൽ നിങ്ങളൊരു വേറൊരു ഐഡിയയോടെ ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ ഉരുട്ടുക നന്നായിട്ട്. ഇങ്ങനെ ചെറിയൊരു തവി, ഇതിൻ്റെ അറ്റത്ത് ഞാൻ ഇച്ചിരി എണ്ണയൊന്ന് തടവിയിട്ടുണ്ടേ. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് തന്നെ ക്ലോസ് ചെയ്താൽ മതി. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉരുളകളാക്കി എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റീമറിലേക്ക് വയ്ക്കാം. ഇതിലും ഞാനൊരു അല്പം എണ്ണ തടവിയിട്ടുണ്ട്, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇത് വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, സ്നാക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ സജഷൻസും കറക്ഷൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ്സ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട റെഡിയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. പഞ്ഞപ്പുല്ല് ഒരുപാട് നല്ലൊരു റെസിപ്പിയാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.